അറിയാ കഥയുടെ പൊരുളും തേടി അണയാതിരുളിൽ തെളിയും തിരികൾ ഈറൻ മഞ്ഞുപോൽ മായും വീഥികൾ അലകൾ പോലവേ അഴിയാ ചുരുളുകൾ അറിയാ കഥയുടെ പൊരുളും തേടി അണയാതിരുളിൽ തെളിയും തിരികൾ ഈറൻ മഞ്ഞുപോൽ മായും വീഥികൾ അലകൾ പോലവേ അഴിയാ ചുരുളുകൾ നീരിൻ പാതയിൽ നീളും യാത്രകൾ
നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. അഴീക്കൽ കുറത്തിയാട് അധ്യാപകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃപ്പൂണിത്തുറ സ്വദേശി മാത്യുവാണ് മരണപ്പെട്ടത്. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ അനീറ്റ ചേരുന്നു. അനീറ്റ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മായ, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് അഴീക്കൽ കുറത്തിക്കാട് വാടകയ്ക്ക് താമസിക്കുന്ന മാത്യു എന്നയാൾ കൊല്ലപ്പെട്ട വിവരം അറിയുന്നത്. കൊല്ലപ്പെട്ട മാത്യു ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ അധ്യാപകൻ കൂടിയാണ്. തലയിൽ അടിയേറ്റ് മരിച്ച നിലയിലാണ് വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും വീട്ടിലുണ്ടായിരുന്നില്ല. കിട്ടിയോ? തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഒരു മുടി മാത്രം കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ കില്ലറുടേതാവാം. ഫിംഗർ പ്രിന്റ് എന്തെങ്കിലും? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. അയാൾ ഗ്ലൗസ് ധരിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇവിടെയൊക്കെ മുളകൊടിയും വിതറിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും? അവർ തമ്മിലൊരു ഫൈറ്റ് നടന്ന സാധ്യത എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കില്ലറിന്റെ ഡെഡ് സ്കിൻ സെൽസ് മാത്യുവിന്റെ ഡ്രസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അയാൾ ഗ്ലൗസ് യൂസ് ചെയ്തെന്നല്ലേ പറഞ്ഞത്? പിന്നെങ്ങനെ? നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡെഡ് സ്കിൻ സെൽസ് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും ഓൺ എ റെഗുലർ ബേസിസ്. പക്ഷെ നമ്മളത് അറിയാറില്ല. ജസ്റ്റ് ലൈക്ക് നോർമൽ ഹെയർ ഫോൾ, അങ്ങനെയൊന്ന് മാത്യുവിന്റെ ഡ്രസ്സിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. അത് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് DNA എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ലെറ്റ്സ് സീ. താൻ സ്പോട്ടിലെത്തിയില്ലേ? എന്തായി കാര്യങ്ങൾ? ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ മരിച്ചയാൾക്ക് പരിചയമുള്ള ആരോ ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ എവിഡൻസ് എന്തെങ്കിലും? അയാളുടെ ലാപ്ടോപ്പ് തുറന്നിരിക്കുകയായിരുന്നു. ചാർജ് തീർന്ന് ഓഫായിരുന്നു. പാസ്വേഡ് ഉള്ളത് കൊണ്ട് തുറക്കാനായി IT എക്സ്പെർട്സിനെ ഏൽപ്പിച്ചിരിക്കുക. ഫോണും ലോക്കാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കൊല്ലപ്പെട്ട മാത്യുവിൻ്റെ ഫോണും ലാപ്ടോപ്പും അൺലോക്ക് ചെയ്തു സർ. അയാൾ അവസാനമായി സംസാരിച്ചത് അടുത്ത സുഹൃത്ത് സജീവുമായിട്ടാണ്. അയാളിപ്പോൾ ഇവിടെ ഉണ്ട്. അതാണ് സർ പ്രശ്നം. അയാൾ ഇന്നലെ രാത്രി മദ്യത്തിലെ വിഷം കലർത്തി കുടിച്ച് മരിച്ചു. ആത്മാർത്ഥ സുഹൃത്ത് മരണപ്പെട്ടതറിഞ്ഞ വിഷമത്തിൽ അയാൾ ആത്മഹത്യ ചെയ്താവാം. അല്ലെങ്കിൽ ചിലപ്പോൾ താനും ഉടനെ കൊല്ലപ്പെട്ടേക്കാമെന്ന ഭയത്തിൽ അയാളെ വിഷം കഴിച്ചതും ആവാമല്ലോ. മാത്യുവിന്റെ കൊലയാളിയെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? മാത്യുവിന് അത്രയ്ക്ക് അടുപ്പമുള്ള ആരോ ഒരാളാണ് കൊലയാളി. ഒന്നെങ്കിൽ സജീവ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റാരെങ്കിലും. മാത്യുവിനെ കൊന്നതിന് പിടിക്കപ്പെടൂ എന്നുള്ള പേടി കൊണ്ടാവാം സജീവ് ആത്മഹത്യ ചെയ്തത്. അതിൽ സജീവ് എന്ന സാധ്യത ഇപ്പോഴേ കളയാം. കാരണം മാത്യു മരിച്ചത് ഇന്നലെ രാത്രി 10-നും 11-നും ഇടയ്ക്കാണെന്നാണ് ഡോക്ടറുടെ റിപ്പോർട്ട്. ആ സമയത്തെല്ലാം സജീവ് വീട്ടിലുണ്ടെന്ന് ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്തപ്പോൾ മനസ്സിലായി. തന്നെയുമല്ല, ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കൊലയാളി ആ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ കൊന്നത് സജീവാണെങ്കിൽ അതിൻ്റെ പേരിൽ അയാൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയതെങ്കിലോ? അങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മാത്യുവിൻ്റെ കൊലയാളി സജീവുമായി മാത്യുവിൻ്റെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരുന്നു. മരിച്ചു കിടക്കുന്ന മാത്യുവിൻ്റെ ഫോട്ടോയും അയച്ചു കൊടുത്തു. എന്തായാലും ആ സജീവിന്റെ വീട്ടിലും രണ്ടുപേരെ ഡ്യൂട്ടി കിട്ടേക്ക്. യെസ് സർ. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ശത്രുക്കൾ ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുക. ഓക്കെ. ഓക്കെ സാർ. ഹെൽമെറ്റൊക്കെ വെക്കണം കേട്ടോ. ലൈസൻസും വേണം. ഓക്കോ. സാർ, എന്താണെന്ന് ചേട്ടാ, പിള്ളേരെ പേടിപ്പിക്കുകയാണോ? ലൈസൻസ് ഇല്ലാത്ത പയ്യനാ സാറേ, വഴിയിൽ നിന്ന് കിട്ടിയതാ. ഉപകാരം ചെയ്താലും ഉപദ്രവിക്കാതെ വിടരുത്. പോലീസായി പോയില്ലേ സാറേ? അല്ല, സാറെന്താ കാണണമെന്ന് പറഞ്ഞ്? ആ മാത്യു കേസ് അറിഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ ചാർജ് എനിക്കാ. അറിഞ്ഞാലും സാറേ. തനിക്കെന്ത് തോന്നുന്നു? എനിക്ക് ഇത്രയും വലിയ കേസുകളൊന്നും വർക്ക് ചെയ്തുള്ള ശീലമില്ല. നമുക്ക് വല്ല പാസ്പോർട്ട് വെരിഫിക്കേഷനോ പാറാവോ ഒക്കെ കിട്ടാറുള്ളൂ. അച്ഛൻ സർവീസ് ഇരുന്ന് മരിച്ചപ്പോൾ കിട്ടിയ ജോലി ആയതുകൊണ്ട് ആ വിലയെ നമുക്കുള്ളൂ. പിന്നെ ഈ കേസിനെ കുറിച്ച് വായിച്ചും കേട്ടുള്ള അറിവേ ഉള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മരിച്ചവരെ കൂടാതെ മൂന്നാമതൊരാൾ ഈ കേസിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നലുകളാണല്ലോ പലപ്പോഴും ഫൈൻഡിങ്സ് ആവാറ്. അല്ല, തനിക്കെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടൊരു മറുപടിയില്ല.
പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ച് ഈ മരിച്ചവർ തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു. പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും അവർ തമ്മിൽ ഇല്ലായിരുന്നു. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരും ആരെയും കൊല്ലില്ലല്ലോ സാറേ. അതും ശരിയാ. ചിലപ്പോൾ നമുക്കറിയാത്ത എന്തെങ്കിലും കാരണം ഈ കേസിലുണ്ടെങ്കിലോ? അതിനുള്ള സാധ്യതയുണ്ട്. ചേട്ടൻ എന്തായാലും ഒരു കാര്യം ചെയ്യും, അവന്മാരുടെ ഹിസ്റ്ററി ഒന്ന് നോക്ക്. നാട്, വീട്ടുകാർ, പഠിച്ച സ്കൂള്, കോളേജ്, കൂട്ടുകാർ, അങ്ങനെ കിട്ടാവുന്നത്ര ഡാറ്റ കളക്ട് ചെയ്യും. ചേട്ടന് നമ്മുടെ ടീമിലേക്ക് എടുക്കാനുള്ള പെർമിഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. താങ്ക് യു സാർ. ഈ മരിച്ച രണ്ടുപേർക്കും നമ്മുടെ റെക്കോർഡ്സ് പ്രകാരം കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ അവരുടെ പാസ്റ്റ് നമുക്ക് പ്രയോജനം ചെയ്തേക്കും എന്നൊരു തോന്നൽ. പിന്നെ ആ മാത്യുവിൻ്റെ ഭാര്യ വഴി ഒന്ന് അന്വേഷിച്ചേക്കും. അവർ മാത്യുവിന് ഇപ്പോൾ ഇറങ്ങി വന്നതാണല്ലോ, കുറച്ച് അൺഒഫീഷ്യൽ റൂട്ട് പിടിച്ചോ. ഒളിച്ചോട്ട കേസായതുകൊണ്ട് ആ വഴിക്കും ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ സാർ. ഈ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഫോണിൻ്റെ ലോക്ക് എടുത്താൽ? ഫോൺ ലോക്കറിലിരുന്നു സാർ. ഫോൺ വേണമെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് അടിപ്പിക്കാം. അയാളുടെ കോൾ ഡീറ്റെയിൽസ് കൂടി ഒന്ന് എടുക്കണം. ഓക്കെ ഓക്കെ സാർ. നമുക്കിവിടുത്തെ പോസ്റ്റ്മാനെ ഒന്ന് വിളിപ്പിക്കണം. അയാൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിലും. ഓക്കെ. സർ, ഇദ്ദേഹമാണ് ഇവിടുത്തെ പോസ്റ്റ്മാൻ. ഈ മരിച്ചയാളുടെ സുഹൃത്തും കൂടിയാണ് ഇദ്ദേഹം. ഈ കഴിഞ്ഞ ദിവസം മരിച്ച സജീവിന് എഴുത്തെന്തെങ്കിലും വന്നിരുന്നോ? വന്നിരുന്നു സർ. മാത്യുവിൻ്റെ കത്തായിരുന്നു. അത് അയച്ച ആളുടെ പേര് തനിക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഓർമ്മ വന്നു? സജീവിന് അങ്ങനെ ലെറ്ററോ പോസ്റ്റോ ഒന്നും വരാറില്ല സർ. അഥവാ വന്നാൽ തന്നെ വല്ല ബാങ്കിലോ മറ്റോ ആയിരിക്കും. ഇന്നലെ വന്ന കത്തിൽ ഫ്രം അഡ്രസ് ഉണ്ടായിരുന്നില്ല. സജീവത അപ്പം തന്നെ തുറന്നു നോക്കി. ചോദിച്ചപ്പോൾ മാത്യുവിൻ്റെ കത്താണെന്ന് പറഞ്ഞു. മാത്രമല്ല മാത്യു നേരത്തെ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എനിക്ക് അയാളെ പരിചയമുണ്ട്. പിന്നെ താൻ അയാളെ കണ്ടിരുന്നു? ഇല്ല സർ. അവസാനമായിട്ട് ഞാൻ കാണുന്നത് ആംബുലൻസിൽ. താൻ പോക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും. ശരി സർ. ഇനി അരങ്ങിൽ തെളിയക്കപ്പെട്ട നാടകം കലിയുഗം ഇത് കാലന്റെ വഴികൾ. നീ കണ്ണി തെളിയും തീപ്പൊരി പേടകം അതിലൊട്ടുങ്ങും. നിന്റെ സ്വപ്നങ്ങൾ 1000 അടിയൊന്നു പാളിയാൽ അത് നിന്റെ പിഴവുകൾ അതിനെ മറയ്ക്കുമോ ഇനി നിന്റെ ശരികൾ. കപട ലോകം ഇത് കാലന്റെ വഴികൾ, തുറച്ചു നോക്കും നിന്നെ കഴുകന്റെ കണ്ണുകൾ. ഇനി അരങ്ങിൽ തെളിയും കപട നാടകം കലിയുഗം ഇത് കാലന്റെ വഴികൾ. നീ കണ്ണി തെളിയും തീപ്പൊരി പേടകം അതിലൊട്ടുങ്ങും. നിന്റെ സ്വപ്നങ്ങൾ 1000 അടിയൊന്നു പാളിയാൽ അത് നിന്റെ പിഴവുകൾ അതിനെ മറയ്ക്കുമോ ഇനി നിന്റെ ശരികൾ. കപട ലോകം ഇത് കാലന്റെ വഴികൾ, തുറച്ചു നോക്കും നിന്നെ കഴുകന്റെ കണ്ണുകൾ. നിന്റെ കൂടെ നിന്ന് കലിവെട്ടും, പിന്നിൽ വന്ന് നിന്ന് ചിരിച്ചോണ്ട് കഴുത്തിറക്കും. ചതിക്കുഴികൾ കട്ടി നിന്നെ പട്ടിലാക്കും. വെട്ടി തുണ്ടമാക്കി പിന്നെ നിന്നെ ചകിലാക്കും. അട്ടഫോക്കൾ വന്നതും പൈറ്റിയ ഓർക്കണം. ഇനിയൊരു ജന്മമില്ലെന്ന് നീ ഓർക്കണം. ഇത് തന്നെ അവസാന മൂഴമെന്നറിയണം. നീ തന്നെ നിനക്ക് രക്ഷയും നാഥനും. താൻ ആ ലൈബ്രറിയിലൂടെ നാളെ തന്നെ വന്ന് കാണാൻ പറയും. ഞാനും അർപ്പതയും സജീവിൻ്റെ വീട്ടുണ്ട്. അങ്ങോട്ട് വരാൻ പറഞ്ഞു. സാർ, ഇന്നലെ ഞാൻ അയാളെ വിളിച്ചിരുന്നു. അയാൾ കോഴിക്കോടോ മറ്റെന്തോ മീറ്റിങ്ങിന് പോയേക്കാന്ന് പറഞ്ഞു. എത്തിയ ഉടനെ വരാൻ പറയാം. പറയും നിനക്കിനിയില്ല സിര, തലയിലും ഇല്ല നര. പറയാൻ വയ്യേ കര, നിനക്കിനിയില്ല വില. ചലിക്കുകയില്ല ശില, പറക്കുകയില്ല ഇല. വെളിവില പോകുന്ന വഴിയിൽ ഇതുതാൻ കാലന്റെ വഴികൾ. പല ബന്ധങ്ങൾ പെരുവഴികൾ, അതിലൊട്ട് കൂടി ചില കളികൾ.
ഇനി അരങ്ങിൽ തെളിയും കപട നാടകം കലിയുഗം ഇത് കാലന്റെ വഴികൾ നീ കണ്ണ് തെളിയും തീപ്പൊരി പേടകം അതിലൊടുക്കും നിന്റെ സ്വപ്നങ്ങൾ 1000 അടിയൊന്നു പാളിയാൽ അത് നിന്റെ പിഴവുകൾ അതിനെ മറയ്ക്കുമോ ഇനി നിന്റെ ശരികൾ കപട ലോകം ഇത് കാലന്റെ വഴികൾ തുറച്ചു നോക്കും നിന്നെ കഴുകന്റെ കണ്ണുകൾ നിന്റെ കൂടെ നിന്റെ കാലുവെട്ടും CA വിളിച്ചത് കേസിന്റെ സ്റ്റാറ്റസ്. നമസ്കാരം. എനിക്ക് ചെറിയ കാര്യം പറയാണ്ടായിരുന്നു. എന്ത് കാര്യം? ആരാ ചത്ത് കിടക്കുന്നതിൻ്റെ വെള്ളമ്പിൽ ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിവരം കിട്ടായിരിക്കത്തില്ല. ബോധക്കേടൊക്കെ വെറും അഭിനയമാണ്. അവരാണ് ശരിയല്ല. പാതിരാത്രി പലപ്പോഴും ഒറ്റയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളത് അവരെ. അപ്പം അതിൽ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ. ഏത് ഒരു പെണ്ണ് രാത്രി പുറത്തു പോയ അവള് ശരിയല്ല. താനൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? ഇനി മേലാൽ ഇമ്മാരി തോന്നി വർത്താനം കൊണ്ട് ഈ പരിസരത്ത് തന്നെ കണ്ടുപോരുത്. പോടാ. ഹലോ സാറേ, ആ മാത്യുവിൻ്റെ ഭാര്യ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഹെൽത്തൊക്കെ ഓക്കെ ആണെന്നാ പറയുന്നത്. അവരിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഞാൻ അവരെ ഒന്ന് പോയി കാണട്ടെ സാറേ? ഓക്കെ സാറേ. നമസ്കാരം സാർ. ആരാ? വരാൻ പറഞ്ഞിരുന്നു. ലൈബ്രറിയിലാണോ? അതെ. വാ ഇരിക്കേ. എന്താ പേര്? രാജേന്ദ്രൻ. ഈ സജീവനെ എങ്ങനെ അറിയാം? ഞാൻ വർക്ക് ചെയ്യുന്ന ലൈബ്രറിയിൽ വരാറുണ്ട്. നല്ലൊരു വായനക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് അറിയാം. നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ 2 ദിവസം മുമ്പ് അയാൾ നിങ്ങളെ വിളിച്ചിരുന്നു. അതായത് ഈ സജീവ് കൊല്ലപ്പെടുന്നതിന്റെ അന്ന്. സജീവ് കൊല്ലപ്പെട്ടെന്നോ? ആത്മഹത്യ ചെയ്തെന്നാണല്ലോ അറിഞ്ഞത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, താൻ ചോദിച്ചതിന് ഉത്തരം പറ. വിളിച്ചിരുന്നു. ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകത്തിലെ ഒരു സംഖ്യയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. അതിലെ ഒരു പതിപ്പുണ്ടെന്ന് ചോദിക്കാനായിരുന്നു. അത് കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തതിനാൽ ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളെ തിരിച്ചു വിളിച്ചില്ലേ? തിരിച്ചു വിളിച്ചിരുന്നു സാർ. അപ്പോൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ച 19-ാം പതിപ്പിലെ 198-ാം പേജിനെക്കുറിച്ച് അതിലേതോ ഒരു സംഖ്യയുണ്ടെന്നും ആ സംഖ്യയെക്കുറിച്ച് അറിയാൻ അത്യാവശ്യമാണെന്നും പറഞ്ഞു. അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് ആ പേജിൽ മാത്സിലെ ഫിബനോച്ചി സംഖ്യയെക്കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത്. ഞാനത് സജീവിനെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. പിന്നെ വൈകിട്ട് ഞാൻ കോഴിക്കോട് പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഫേസ്ബുക്കിലൂടെയാണ് മരണവാർത്ത ഞാൻ അറിഞ്ഞത്. ആ പറഞ്ഞ നമ്പർ ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ല. ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി. താനതൊന്ന് പറഞ്ഞേ. 11 23 58 13 21. അർപ്പിത, ആ മാത്യുവിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ കൂടുതൽ എന്തെങ്കിലും ആലോചിക്കും മുന്നേ താൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ശരി. നിങ്ങളെന്താ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോകാതിരുന്നത്? മാത്യു ഇല്ലാത്തോണ്ട് അങ്ങോട്ട് തിരിച്ചു പോകാൻ മനസ്സ് വന്നില്ല മാഡം. സംഭവം നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? മോക്ക് ചെറിയ ശ്വാസമുട്ടലിന്റെ പ്രശ്നമുണ്ട് സാറേ. ഒരു നാട്ടുവൈദ്യനെ കാണിക്കാൻ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയേക്കുമായിരുന്നു. അതെന്താ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പറ്റത്തില്ലേ? ആശുപത്രിയിലൊക്കെ കാണിച്ച് കുഴഞ്ഞതാ സാറേ. കാശ് പോയതല്ലാതെ കൊച്ചിന്റെ അസുഖം മാത്രം കുറഞ്ഞില്ല. എന്നിട്ടെന്താ മാത്യു വരാതിരുന്നത്? മാത്യുവിന് എൻ്റെ വീട്ടിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല. ഞാൻ മോളെയും കൊണ്ട് മാത്യുവിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോന്നതാ. കെട്ടിയോ മരിച്ചിട്ട് അധികം കാലം ആവാത്തോണ്ടും എനിക്ക് മാത്യുവിനേക്കാളും പ്രായക്കൂടുതലായതുകൊണ്ടും എല്ലാവർക്കും എതിർപ്പായിരുന്നു. അതിൻ്റെ പേരിൽ എൻ്റെ ആങ്ങളമാരൊക്കെ മാത്യുവിനെ കുറേ തല്ലിയിട്ടൊക്കെ ഉണ്ട്. കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലാം ഒത്തുതീർപ്പായി. എന്നാലും മാത്യു അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോ നിങ്ങളുടെ ആങ്ങളമാരെ ഇക്കാര്യത്തിൽ സംശയിക്കാല്ലേ? അയ്യോ മാഡം, ഞാനും മോളും ഉള്ളതുകൊണ്ട് അവരെന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവരല്ല അത് ചെയ്തത്. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ആട്ടെ, മാത്യുവിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? മാത്യുവിന് ശത്രുവായിട്ടും മിത്രമായിട്ടും സജീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താ ശത്രുവായിട്ടും മിത്രമായിട്ടും? രണ്ടുപേർക്കും പറയത്തക്ക ബന്ധുക്കളൊന്നും ഇല്ലാത്തോണ്ട് തമ്മിൽ വലിയ കാര്യമായിരുന്നു. കൊച്ചിലെ മുതലേ വലിയ കൂട്ടാ. എന്നെ കെട്ടുന്നത് വരെ അവരൊരുമിച്ചായിരുന്നു താമസമൊക്കെ. ഞങ്ങൾ താമസം മാറിയ പിന്നെ സ്ഥിരം വീട്ടിലോട്ടും വരും. അവിടുന്ന് 10-20 മിനിറ്റ് യാത്രയല്ലേ ഉള്ളൂ. പക്ഷേ അതെന്താ ഒരു പക്ഷേ? അതല്ല, മാത്യുവിന് എന്നെ സജീവനെ ഭയങ്കര സംശയമായിരുന്നു.
ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ലെന്ന് ആവുന്നത്ര പറഞ്ഞതാ. എന്നാലും സംശയത്തിന് കുറവൊന്നും ഉണ്ടായില്ല. സജീവന് ഈ സംശയത്തെ പറ്റി അറിയായിരുന്നോ? ആദ്യമൊന്നും അറിയില്ലായിരുന്നു സാറേ. പിന്നൊരു ദിവസമേ സജീവ് അവിടെ വന്നപ്പോൾ മാത്യു അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ വീടിന് പുറത്ത് നിന്നാ സംസാരിച്ചത്. എന്നിട്ടത് കണ്ടുകൊണ്ട് വന്നിട്ടേ മാത്യു സജീവനെ കുറേ ചീത്ത പറഞ്ഞു. കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലാനൊക്കെ നോക്കിയെന്നെ. അന്ന് സജീവ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. പിന്നീട് സജീവ് അവിടെ വന്നിട്ടില്ലേ? ഉണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം മാത്യു സജീവനെ കണ്ട് ഒരുപാട് മാപ്പൊക്കെ പറഞ്ഞു. അറിയാതെ ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ സജീവ് അങ്ങ് ക്ഷമിച്ചു. അതോടെ മാത്യുവിന്റെ സംശയമൊക്കെ മാറിയോ? ഓ, അതൊന്നുമില്ല സാറേ. പിന്നീട് സജീവനെ ഉപദ്രവിച്ചിട്ടില്ലാന്നേ ഉള്ളൂ, അല്ലാതെ മാറ്റമൊന്നും ഉണ്ടായില്ല. മാത്യു മരുന്ന് വല്ലതും കഴിച്ചിരുന്നായിട്ട് അറിയാമോ? ആ, തലവേദനയാണെന്ന് പറഞ്ഞേ ഏതോ ഒരു മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ടായിരുന്നു. ഓക്കെ. ഇനി അരങ്ങിൽ തെളിയും കപട നടക്കം കലിയുഗം ഇത് കാലന്റെ വഴികൾ നീ കണ്ണു തെളിയും തീപ്പൊരി പേടകം അതിലൊടുക്കും നിന്റെ സ്വപ്നങ്ങൾ 1000 അടിയൊന്നു പാളിയാൽ അത് നിന്റെ പിഴവുകൾ അതിനെ മറയ്ക്കുമോ ഇനി നിന്റെ ശരികൾ കപട ലോകം ഇത് കാലന്റെ വഴികൾ കണ്ണുകൾ വെപ്പികൾ നിന്റെ കൂടെ നിന്ന് കലുവെട്ടും പിന്നിൽ വന്ന് നിന്ന് ചിരിച്ചോണ്ട് കടുത്തിറക്കും ചതിക്കുഴികൾ കട്ടി നിന്നെ പട്ടിലാകും വെട്ടി തുണ്ടമാക്കി പിന്നെ നിന്നെ തകിലാകും കട്ടപ്പൊക്കൾ പലതും പൈതിയ ഓർക്കണം ഇനിയൊരു ജന്മമില്ലെന്ന് നീ ഓർക്കണം ഇത് തന്നെ അവസാനം. സ്വാഭാവിക മരണങ്ങൾ നടന്നിട്ട് ഏതാണ്ട് 1 മാസം കഴിഞ്ഞു. ഇതുവരെയും കേസ് ഡീറ്റെയിൽസ് പുറത്തുവിടാൻ പോലീസ് തയ്യാറായി. നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് എന്താണ് ഒളിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ പോലീസ് ഒന്നും ഒളിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് പുറത്തുവിടുന്നതിന് പോലീസിന് കുറച്ച് പരിമിതികളുണ്ട്. സമയമാകുമ്പോൾ എല്ലാം നിങ്ങളെ അറിയിക്കും. ദയവായി സഹകരിക്കുക. ഇല്ല സാർ, അത് അന്വേഷിക്കാം. ഓക്കെ സാർ. ഓക്കെ സാറേ. ശരി സാർ. എന്താ സാറേ, എന്തായാലും പ്രശ്നമുണ്ട്? ഏയ് ഒന്നുമില്ലടോ. ആ കേസിൻ്റെ കാര്യം തന്നെ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. താൻ പോയ കാര്യം എന്തായി? അവന്മാരെക്കുറിച്ച് അന്വേഷിച്ചു. തൃപ്പൂണിത്തറയിലായിരുന്നു രണ്ടുപേരും ജനിച്ചതും വളർന്നതും ഒക്കെ. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു സാറേ. ചെറുപ്പത്തിലും പ്രത്യേകിച്ച് അലമ്പൊന്നുമില്ലാത്ത ടീമായിരുന്നു. ആ സജീവൻ്റെ കുടുംബം കടം കയറി ആത്മഹത്യ ചെയ്തതാ. ഒരുമിച്ച് വിഷം കഴിച്ചതാ. ഇവൻ മാത്രം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയുടെ ആവശ്യത്തിനായിട്ടാണ് രണ്ടുപേരും ഇപ്പം താമസിക്കുന്നിടത്തോട്ട് മാറിയത്. മാത്യുവിൻ്റെ അമ്മ എപ്പോഴും ചോദിച്ചിരിപ്പുണ്ട്. അവരെ വല്ലപ്പോഴും കാണാൻ ചെല്ലുന്നതല്ലാതെ രണ്ടുപേർക്കും ഇപ്പോൾ നാടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല സാർ. അന്ന് കൂടെ പഠിച്ച ആരെങ്കിലും കിട്ടിയോ? 1-2 പേരെ കിട്ടി. പക്ഷേ കേസിന് ഗുണം ചെയ്യുന്നതൊന്നും അവർക്കും പറയാനില്ല. പിന്നെ ആ മാത്യുവിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ ഹിസ്റ്ററി ഇത്തിരി പ്രശ്നമാണ്. ആദ്യത്തെ വകയിലെ ഭർത്താവിൻ്റെ അനിയൻ കുറച്ച് റോങ്ങാ സാറേ. അവൻ ഈ മാത്യുവിനെയും ലക്ഷ്മിയും കൊല്ലുമെന്നൊക്കെ പലരോടും പറഞ്ഞതായിട്ട് അറിവ്. പക്ഷേ അവനും വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നുമില്ല. ഇത്ര പ്ലാൻഡ് ആയൊരു കൊല അവൻ ചെയ്യുമെന്നാ സാർ സംശയം. എന്തോ എൻ്റെ പേര്? അജയൻ. എന്താ ജോലി? ടൈലിൻ്റെ പണിയാ സാർ, പിന്നെ പ്ലംബിംഗ് ഉണ്ട്. സാർമാരെ വിളിപ്പിച്ചെന്തിനാന്ന് പറഞ്ഞില്ല. എന്താ സാറിന് പോയിട്ട് വല്ല ധൃതിയുണ്ടോ? സാറേ പണിയുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. സ്വന്തം പണിയല്ല സാറേ, തച്ച ഹാഫ് ഡേ പോവും, അതുകൊണ്ടാ. നിന്റെ ഹാഫ് ഡേ? നിനക്ക് മാത്യുവിനോട് എന്തായിരുന്നു ഇത്ര ശത്രുത? മാത്യുവിനോട് മാത്രമല്ല സാർ, അവൻ്റെ പെണ്ണുമുള്ള ലക്ഷ്മിയോടും എനിക്ക് ശത്രുത തന്നെ. അവരെ ഞങ്ങളുടെ കുടുംബം തടുത്ത്. ലക്ഷ്മി അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത് അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ. അത് അവരുടെ ഭർത്താവ് മരിച്ച ശേഷം. സ്വന്തം കുടുംബത്തിൽ നടക്കുന്നിടം വരെ ഒന്നും തെറ്റല്ല സാർ. അലമ്പോർത്താനും പറയല, തൂക്കെടുത്ത് അകത്തിടും, പറഞ്ഞേക്കാം. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞാ സാർ. എൻ്റെ ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾക്ക് അവനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ പാവം അതറിഞ്ഞ് ചങ്ക് കൂട്ടിയ ചത്ത്. ഒരു സാധുവായിരുന്നു എൻ്റെ ചേട്ടൻ. ലക്ഷ്മിയെ മോളെ അതുപോലെ ഇഷ്ടമായിരുന്നു. എന്നിട്ടും മരിച്ച് 16 തികയുന്നതിന് മുമ്പ് അവൾ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അതിൻ്റെ നാണക്കേടൊന്നും ഒരു കാലത്ത് മാറത്തില്ല സാറേ.
അവളെവിടെയെങ്കിലും പൊക്കോട്ടെ. ആ കൊച്ച് എൻ്റെ ഏട്ടൻ്റെ ഓരയാ, ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ പൊന്നുമല്ലോ ആയിക്കോളാം. അത് അവളോട് 100 വട്ടം പറഞ്ഞ അവൾ കൊച്ചിനെ തരത്തിലൊന്നും ഒറ്റ വാശിയില്ല. എടോ, ഒരു മകളെ അമ്മയ്ക്കൊപ്പം നിർത്തുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അത് തനിക്കറിഞ്ഞൂടെ? അറിയാം സാർ. അങ്ങനെ ഒരുത്തിയുടെ കൂടെ ഞങ്ങളുടെ കൊച്ചു വളരണ്ട. രണ്ടിനെയും കൊന്ന് കൊച്ചിനെയും കൊണ്ടുവന്നാലോ എന്ന് ആലോചിച്ച വീട്ടിലിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും കണ്ണീര് കാണാൻ പറ്റുന്നില്ല. അപ്പം നിനക്ക് ഈ കൊലപാതകമായി ഒരു ബന്ധമില്ലെന്നാണോ പറയുന്നത്? ഇല്ല സാർ, രണ്ടിനെയും കൊല്ലണമെന്നുണ്ടായിരുന്നത് നേര് തന്നെയാണ്. അങ്ങനെ ചെയ്തിരുന്നേ അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാൻ കീഴടങ്ങിയാണ്. എനിക്കതിന് പേടിയൊന്നുമില്ല. അപ്പോൾ ഇനി ലക്ഷ്മിയെ കൊല്ലാനാണോ നിന്റെ പ്ലാൻ? കൊച്ചിനെ എനിക്ക് കിട്ടണം സാറേ. അവൻ്റെ വർത്താനം കേട്ടില്ല സാർ. നീ ഇപ്പോൾ പൊക്കോ, ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും. വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. സാറേ, അവൾ ആരുടെ കൂടെ വേണേലും ജീവിച്ചോട്ടെ. ആ കൊച്ചിനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. എനിക്ക് വലിയ പഠിപ്പും വിവരമൊന്നുമില്ല. ആരെ കാണണമെന്നൊന്ന് സഹായിക്കാൻ പറ്റുമോ സാറേ? അതൊക്കെ നമുക്ക് നോക്കാം. നീ ഇപ്പം ചെല്ല്. ശരി സാറേ. സാറിനെന്ത് തോന്നുന്നു? ഒരു ഉടായ്പ ഫീൽ ചെയ്യുന്നില്ലേ? ഓ, അവൻ ഇതിൽ പങ്കുള്ളതായിട്ടൊന്നും തോന്നുന്നില്ലടോ. ആ കേസിൻ്റെ കാര്യം എന്തായി? എനി പ്രോഗ്രസ്? അതൊരു കുഴഞ്ഞ അവസ്ഥയിലാണ് സർ. ഈ സജീവ് എന്ന് പറയുന്നവൻ ആത്മഹത്യ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു എന്നുള്ളതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. പിന്നെ ആകെയുള്ളൊരു കാര്യം, ഒരു ലൈബ്രറിനെ വിളിച്ചിട്ട് ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക പതിപ്പിലെ ഒരു പേജിനെ കുറിച്ച് അന്വേഷിച്ചു എന്നുള്ളതാണ്. അത് കിട്ടിയോ? കിട്ടി സർ. അതൊരു നമ്പറാണ്. പക്ഷേ അത് എന്തിനാണ് അന്വേഷിച്ചതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ടില്ല. അന്നേ ദിവസം ആ ലൈബ്രറിയോടല്ലാതെ മറ്റാരോടും അയാൾ സംശയകരമായ രീതിയിൽ സംസാരിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ മാത്യുവിൻ്റെയും സജീവിൻ്റെയും കമ്പ്യൂട്ടറിനെയും ഫോണിനെയും കുറിച്ച് സൈബർ ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് കൂടി വരാനുണ്ട്. കേസ് ഇത്ര സെൻസേഷനൊന്നും അല്ലാത്തതുകൊണ്ട് റിപ്പോർട്ട് വരാൻ വൈകുമായിരിക്കും. നിങ്ങളെന്തായാലും അവരൊന്ന് കോൺടാക്ട് ചെയ്യും. ഇട്ട് വൈകിപ്പിക്കാതെ റിപ്പോർട്ട് തരണമെന്ന് പറ. ഇനിയിപ്പോൾ ലോക്കൽ ബൈ ഇലക്ഷനൊക്കെ വരികയാണ്. രാഷ്ട്രീയക്കാർ ഇമേജ് സ്റ്റണ്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിതൊരു തീരുമാനമാക്കണം. അല്ല, നിങ്ങൾ CCTV ഫൂട്ടേജ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ലേ? അടുത്തുള്ള കടകളുടെ മറ്റോ? മാവേലിക്ക് പോലും പിടിയില്ലാത്ത ആ ഓണം കേറാ മൂലയിൽ ആര് CCTV വെക്കാനാണ് സർ? അത്ര വലിയ കടകളോ ഓഫീസുകളോ ഒന്നും ആ ഭാഗത്തില്ല. ആ, മാത്യുവിൻ്റെ ഭാര്യ ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടിയോ? കുഞ്ഞിനെന്തോ അസുഖമായിട്ട് അവരൊരാഴ്ചയായിട്ട് അവരുടെ വീട്ടിലായിരുന്നു. ആ മൊഴി നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ മൊഴിയും ലീഡ് ചെയ്യുന്നത് സജീവിലോട്ടാണ്. സർ, സൈബറിൽ നിന്നാ. ഹലോ. ആ കേസിന്റെ കാര്യത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയിട്ടുണ്ട്. സംഭവം അൺഒഫീഷ്യലാണ്. ഒന്ന് കാണാൻ പറ്റുമോ? നീ എവിടെ ഉണ്ട്? ഞാനിവിടെ സാൻഡ് ബാങ്ക് കഫേലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ആ മാത്യുവിൻ്റെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് റിപ്പോർട്ടിന് കാത്തിക്കാതെ അങ്ങ് പറഞ്ഞേക്കാന്ന് വെച്ചത്. ഒരു കത്തിൻ്റെ സോഫ്റ്റ് കോപ്പി കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അത് മാത്രമല്ല, ഏതാണ്ട് അയാൾ കൊല്ലപ്പെടുന്ന അതേ സമയത്ത് തന്നെ അയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് 2 PDF ഫയൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അത് ഞാൻ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണം കത്താണ്, ബട്ട് മറ്റേത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അത് വേണമെങ്കിൽ അൺലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 1123581321 ആണ് എൻ്റെ പാസ്വേഡ്. നോക്കാൻ പറ്റുമോ? പിന്നെന്താ, നോക്കാമല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ. 1123 581321. 581321. അത് തന്നെ പാസ്വേഡ്. എന്താ കണ്ടന്റ്? ഇന്ന് നിന്റെ മരണം. അപ്പോ ആ കത്തിലുണ്ടായിരുന്ന എന്താ? അത് ഞാൻ നിനക്ക് അയക്കാം. എടാ, ഞാൻ ഇന്നലെ തന്ന 2 നമ്പറുകളിൽ മാത്യു കൊല്ലപ്പെട്ട ദിവസത്തെയും അതിന് മുമ്പുള്ള ദിവസത്തെയും ടവർ ലൊക്കേഷൻസ് ഒന്ന് ട്രേസ് ചെയ്യണം. ആ 2 നമ്പറുകളും എപ്പോഴെങ്കിലും ഒരേ ടവറിന് കീഴിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയണം. കോൾ ഡീറ്റെയിൽസ് ഞാൻ സ്റ്റേഷനിൽ വിളിച്ചെടുത്തോളാം. ചിലപ്പോൾ ഞാൻ നിന്നെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടിക്കും. ഒന്നും തോന്നരുത്. ഒന്ന് പോണം മിസ്റ്റർ. നീ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ നോക്ക്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം. പോയിട്ടിത്തിരി പണിയുണ്ടേ. താൻ ആ മരിച്ചവന്മാരുടെ ഓഫീസിലെ
CCTV വിഷ്വൽസ് ചെക്ക് ചെയ്തായിരുന്നു. അത് കിട്ടുമെന്ന് തോന്നുന്നില്ല സാർ. അതെന്താ? ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ആക്സിഡന്റ് കേസിലെ കുറച്ച് ക്ലിപ്പിംഗ്സ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്യാമറ കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ആ അത് ശരിയാക്കിക്കൂടുന്നില്ലല്ലോ. താൻ എന്തായാലും ഒന്ന് പോയി നോക്ക്. ഓക്കെ സാർ. അടുത്തുള്ള കടകളിൽ ഒന്ന് കയറിയേക്കും. ഓ സാർ. എന്തെങ്കിലും ഹിന്റ് കിട്ടിയാലോ? ഓക്കെ സാർ. സജീവനെ എന്തിന് മാത്യു കൊല്ലാനൊരുങ്ങണം? സാധാരണ സ്കിസോഫ്രീനിക് പേഷ്യൻസ് കഴിക്കാറുള്ള റിസ്പെറിഡോൺ ടാബ്ലറ്റ് കഴിച്ചിരുന്നതിൽ നിന്ന് തന്നെ മാത്യു ഒരു സംശയരോഗി ആയിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സാഹചര്യത്തിൽ സജീവിനെയും ലക്ഷ്മിയെയും അയാൾ ഒരുമിച്ച് കണ്ടിരിക്കാം. നിങ്ങൾ പോയില്ലയോ? ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് സജീവ് വന്നത്. സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നീ എപ്പോ വന്നു? ഞാനിവിടെ അടുത്തൊരു സ്ഥലം വരെ പോയപ്പോൾ ലക്ഷ്മിയെ കണ്ട് ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ ഇറങ്ങട്ടെ. പോവാമോളെ. മുൻപ് തന്നെ ലക്ഷ്മിക്കും സജീവിനും ഇടയിൽ എന്തോ ബന്ധമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മാത്യുവിന് താൻ ഇല്ലാത്ത സമയത്ത് അവരെ ഒരുമിച്ച് കണ്ടപ്പോൾ തൻ്റെ സംശയം സത്യമാണെന്ന് തോന്നിയിട്ടുണ്ടാവാം. അതൊക്കെ തന്നെയാവാം സജീവിനെ കൊല്ലണമെന്ന ചിന്ത മാത്യുവിലുണ്ടാക്കിയത്. അല്ല സാറേ, ആ സജീവ് എന്ന് പറയുന്നവൻ ആത്മഹത്യ ചെയ്തതാന്ന് നമുക്ക് ഉറപ്പിക്കാവോ? അതെന്താണോ താൻ അങ്ങനെ ചോദിച്ചത്? അല്ല, ഈ സജീവ് എന്ന് പറയുന്നവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഒന്നുമില്ലായിരുന്നല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിച്ച പോലെ മാത്യുവിനെ അയാളാണ് കൊന്നതെങ്കിലും തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് തന്നെയാണല്ലോ നമ്മളെ കുഴപ്പിക്കുന്ന പ്രധാന പ്രശ്നം. താനത് വീണ്ടും വീണ്ടും പറഞ്ഞ് ടെൻഷൻ കൂട്ടാറുള്ളൂ. അതല്ല സാറേ, എൻ്റെ സംശയം വേറൊന്ന്. ഈ സജീവന് അബദ്ധം പറ്റിയാണെങ്കിലോ? മാത്യുവിനെ കൊന്നതോ? അതല്ല സാറേ, ഈ സൈനയുടെ ഉള്ളിൽ ചെന്നാണല്ലോ സജീവ് മരിച്ചത്. ഈ വിരുദ്ധാഹാരം വല്ലതും പണി പറ്റിച്ചാണോ എന്നെനിക്കൊരു സംശയം. അല്ല, മണ്ടത്തരമാണെങ്കിൽ സാർ ക്ഷമിക്കണേ. എടോ, ഈ വിരുദ്ധാഹാരം എന്ന് പറയുന്നതേ കാരണവന്മാർ പറയുന്ന പോലെ അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഏതെങ്കിലും 2-3 സാധനങ്ങൾ ഒന്നിച്ച് കഴിച്ചാൽ പെട്ടെന്നൊന്നും ആരും തട്ടിപ്പോകുന്ന കേസല്ല. സാറേ, അയാൾ വയറ്റമ്മ കുടിച്ചിട്ട് വറുത്ത ബദാം പരിപ്പ് കഴിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ വല്ല റിയാക്ഷനും നടന്ന് സൈനൈഡാതാണെങ്കിലോ? താൻ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. സർ, സജീവിൻ്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. കൊന്നത് മാത്യു. അതെങ്ങനെ ശരിയാവും? മാത്യുവിൻ്റെ കാര്യത്തിൽ സജീവനെയാണല്ലോ ഇപ്പോൾ നമുക്ക് സ്ട്രോങ് ആയി സംശയിക്കാൻ പറ്റുന്നത്. മാത്യു കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ 4 രാത്രി 10 മണിക്ക് ശേഷം. എന്നാൽ സജീവ് മരിച്ചത് അതേ ദിവസം രാത്രി 12 മണിക്ക് ശേഷം എന്നല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ സജീവിന് വൈകിട്ട് ജിമ്മിൽ പോകുന്ന ശീലമുണ്ട്. അയാൾ കൊല്ലപ്പെട്ട ദിവസവും അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് മാത്യുവിന്റെ ഫോൺ സജീവിന്റെ ടവർ ലൊക്കേഷനിലുണ്ടായിരുന്നു. സംഭവ ദിവസം വൈകിട്ട് മാത്യു അവിടെ വന്നത് കണ്ടവരും ഉണ്ട്. ഒരു പക്ഷേ സജീവ് ആ സമയത്ത് അവിടെ തിരിച്ചു വന്നിരുന്നെങ്കിലോ? അല്ലെങ്കിൽ അന്ന് ജിമ്മിൽ പോയില്ലായിരുന്നെങ്കിലോ? അഥവാ അവർ തമ്മിൽ കണ്ടാൽ സജീവ് ആ കത്തിനെ പറ്റി ചോദിക്കില്ലേ? അഥവാ സജീവ് ആ സമയത്ത് വന്നാലും അയാൾ മാത്യുവിനെ ഒരിക്കലും സംശയിക്കില്ല. കാരണം അവർ രണ്ടുപേരും കുറെ കാലം മുതൽ ഒരുമിച്ചായിരുന്നു നിന്നത്. പിന്നെ മാത്യുവിന് ഫാമിലി ആയപ്പോഴാണ് അവർ വേറെ വീട്ടിലേക്ക് മാറിയത്. എങ്കിലും ഈ വീടിന്റെ ഒരു സ്പെയർ കീ അയാളുടെ കൈവശമുണ്ട്. മിക്കവാറും അയാൾ ഈ വീട്ടിൽ വരാറുമുണ്ട്. ഈ സംഭവത്തിന് തലേ ദിവസം അവർ ആ വീട്ടിലിരുന്ന് ഒരുമിച്ച് മദ്യപിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കത്തിനെ പറ്റി ചോദിക്കരുതെന്ന് മാത്യു റിലയബിൾ ആയിട്ട് അതിൽ എഴുതിയിട്ടുമുണ്ടല്ലോ. അത് മാത്രമല്ല സർ, ഈ മാത്യു ഏതാണ്ട് ഒരാഴ്ച മുമ്പ് പരിചയക്കാരനായ സ്വർണ്ണപ്പണിക്കാരനിൽ നിന്ന് പൊട്ടാസ്യം സൈനൈഡ് വാങ്ങിയിരുന്നു. ഏതോ നായക്കൊല്ലാനോ മറ്റോ നാം പറഞ്ഞിരുന്നത്. കോൾ ഹിസ്റ്ററി ബേസ് ചെയ്ത് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ മാത്യു സജീവ് അറിയാതെ വിഷം കലർത്തി? അതെ സർ. ഒന്നുകിൽ അവർ ഒന്നിച്ച് മദ്യപിച്ച ദിവസം, അല്ലെങ്കിൽ മാത്യുവും സജീവും കൊല്ലപ്പെട്ട ദിവസം മാത്യു മദ്യത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലും ശത്രുതയില്ലാതെ അങ്ങനെ ചെയ്യില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്യുവിന് കൊലപാതകി സജീവാണെന്ന് ഉറപ്പിക്കാം, അല്ലേ? ഏതാണ്ടൊക്കെ ഉറപ്പാണ് സർ. എങ്കിലും ചില ലിങ്ക്സും കൂടി മാച്ച് ആകാനുണ്ട്. വിൽ അപ്ഡേറ്റ് യു സൂൺ.
മാത്യു വാങ്ങിയ പൊട്ടാസ്യം സയനൈഡ് എങ്ങനെ സജീവിന്റെ മധ്യത്തിലെത്തി? Sir, the case is over. എന്താ ഈ നേരത്ത് കൈ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഓട്ടിക്കാൻ ഇറങ്ങിയാണോ? ലക്ഷ്മി മോളും എന്തിയടാ? അവള് വീട്ടിലോട്ട് പോയതാ. മോക്ക് നല്ല സുഖമില്ല. നീരിക്ക് എന്തെങ്കിലും കുടിക്കാറുക. കുടിയും കഴിപ്പും ഒക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് എന്താടാ വേണ്ടേ? എൻ്റെ സകല ബന്ധങ്ങൾ നീ താർത്തോണ്ടിരിക്കുക. ഓഫീസിലും കൂട്ടുകാർക്കിടയിലും നീ പലതും എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ഭാര്യയെ ചേർത്ത് ഒരു അനാവശ്യം പറഞ്ഞൊപ്പിക്കാനും മാത്രം നീ അത്രയ്ക്ക് ചീപ്പായി പോയല്ലോടാ. ഇതൊന്നും പോരാഞ്ഞിട്ട് നിനക്കെന്നെ കൊല്ലണമല്ലേ? കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അല്ലെങ്കിലും നിനക്കത്ര ക്ഷമയൊന്നുമില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആണല്ലോ വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു പാസ്വേഡ് തന്നെ ആ ഫയലിൽ ഞാൻ ഇട്ടത്. വേഗം കണ്ടുപിടിച്ച് അത്രയും വേഗം എൻ്റെ പണി തീർക്കാമല്ലോ. സത്യം പറഞ്ഞാൽ കത്തൊക്കെ ഒരു നാടകമായിരുന്നു. നിന്നെ കൊന്നു കഴിഞ്ഞ് ഞാൻ മുങ്ങിക്കഴിയുമ്പോൾ എനിക്കെന്തോ അപകടം പറ്റിയെന്ന് പോലീസിനെ അറിയിക്കാനുള്ള വേറൊരു ഒരു നാടകം. അട്ടെ, നീ എന്നെ കൊല്ലാൻ വന്നതാണോ? സത്യം പറയാലോ, നീ ചത്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും വന്നതല്ലേ, കൊന്നിട്ട് പോ. പക്ഷേ എന്നാലും നീ മരിക്കും. സജീവ മദ്യത്തിനൊപ്പം കഴിച്ച ബദാം പരിപ്പിൻ്റെ അതേ ഗന്ധമുള്ള പൊട്ടാസ്യം സയനൈഡ് മാത്യു മുൻപ് തന്നെ മദ്യത്തിൽ കലർത്തിയിരുന്നത് അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ മാത്യു സജീവനെ കൊല്ലാനുണ്ടായ കാരണം? അയാൾ സ്കിസോഫ്രീനിക് ആയിരുന്നു സർ.
സജീവ് തന്നെക്കുറിച്ച് എന്തോ മോശമായിട്ട് സംസാരിക്കുന്നതായും തന്റെ ഭാര്യയുമൊത്ത് വഴിവിട്ട ബന്ധമുള്ളതായിട്ടും മാത്യു സംശയിക്കുന്നുണ്ടായിരുന്നു. അതയാൾ ചിലരോടൊക്കെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. സത്യത്തിൽ അതൊക്കെ അയാളുടെ തോന്നൽ മാത്രമായിരുന്നു. ഇവർ രണ്ടുപേരും കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം ഈ കാര്യം പറഞ്ഞ് ജോലി സ്ഥലത്ത് ഇവര് തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. വിഷം കൊടുത്ത് കൊല്ലാനായിരുന്നെങ്കിൽ ആ കത്തിന്റെ ആവശ്യം? മാത്യു കുറച്ച് സൈക്കോ സ്വഭാവമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ കത്ത് വായിക്കുമ്പോൾ സജീവ് അസ്വസ്ഥനാകുമെന്നും അപ്പോൾ അയാൾ മദ്യപിക്കുമെന്നും മാത്യു കണക്കൂട്ടിയിട്ടുണ്ടാവാം. സജീവ് അയാളെ തേടി ചെല്ലുമെന്ന് അയാൾ കരുതിയിട്ടുണ്ടാവില്ല. അതാണ് തിരിച്ചൊരു അറ്റാക്ക് ഉണ്ടാവാതിരുന്നത്. അപ്പോൾ സജീവ് മാത്യുവിനെ കൊല്ലാനും ഇത് തന്നെയാണോ കാരണം? ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മാനസികമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്ന സജീവ് അയാളെ കൊല്ലാൻ കൂടി പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കാം അയാള് മാത്യുവിന്റെ കൊലയാളി ആയത്. ആ സജീവാണ് മാത്യുവിനെ കൊന്നതെന്ന് എങ്ങനെ മനസ്സിലായി? സജീവ് ഫോൺ എടുക്കാതെ മാത്യുവിൻ്റെ വീട്ടിൽ പോയത് പോലീസ് ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. വാട്സപ്പ് വെബ് ഉപയോഗിക്കാനായി അയാൾ സ്വന്തം ലാപ്ടോപ്പ് കയ്യിൽ കരുതി. അവിടെയാണ് അയാൾക്ക് പിഴച്ചത്. ഒരുപക്ഷെ അങ്ങനൊരു അതിബുദ്ധി അയാൾ കാണിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ കുഴഞ്ഞേനെ. സൈബർ സെല്ലിൽ ഡീറ്റെയിൽഡായിട്ട് പരിശോധിച്ചപ്പോൾ ആ സമയത്ത് സജീവ് വാട്സപ്പ് ഉപയോഗിച്ചത് മാത്യുവിൻ്റെ വീട്ടിലെ വൈഫൈയിൽ നിന്നാണെന്ന് മനസ്സിലായി. അവിടുത്തെ സ്ഥിരം സന്ദർശകനായ സജീവിൻ്റെ ലാപ്പിൽ വൈഫൈ ഓട്ടോ കണക്ട് ചെയ്താവാം. പരിഭ്രമത്തിനിടയിൽ അയാളത് ശ്രദ്ധിച്ചു കാണില്ല. ഏതൊരു അതിബുദ്ധിമാനും പറ്റുന്ന ചെറിയൊരു പാളിച്ച. മാത്യുവിന്റെ ഷർട്ടിൽ നിന്ന് കിട്ടിയ DNA സാമ്പിളുകൾ സജീവിൻ്റെതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടുമുണ്ട് സർ. സംഭവത്തിന് ശേഷം വീട്ടിലെത്തിയ സജീവ് വിഷം കലർന്നെന്നറിയാതെ ഫ്രിഡ്ജിലിരുന്ന മദ്യം കഴിച്ച് മരിച്ചു അല്ലേ? അതെ സർ. ഓക്കെ, ദാറ്റ് മേക്സ് സെൻസ്. എനിവേ, നൈസ് ജോബ് ഗൈസ്. താങ്ക് യു സർ. താങ്ക് യു സർ. നമസ്കാരം. കുറത്തിയാട്ടെ അധ്യാപകരുടെ മരണം കൊലപാതകമാണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്യു എന്നാളെ കൊലപ്പെടുത്തിയത് തന്റെ സുഹൃത്തായ സജീവാണ് എന്ന് നേരത്തെ പോലീസ് തെളിയിച്ചിരുന്നു. എന്നാൽ സജീവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് നാട്ടുകാരും പോലീസും വിശ്വസിച്ചിരുന്നത്. എന്നാൽ മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സജീവിന്റെ വീട്ടിലിരുന്ന മദ്യത്തിൽ മാത്യു വിഷം കലർത്തിയിരുന്നതായാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. വ്യത്യസ്ത സമയങ്ങളിൽ രണ്ടുപേർ പരസ്പരം കൊലപ്പെടുത്തുക എന്ന അത്യപൂർവതയുള്ള കേസാണ് ഇപ്പോൾ പോലീസ് അതിവിജയകരമായി തെളിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു തലവേദന ഒഴിഞ്ഞിട്ടി. ഗുഡ് ജോബ്. ഓക്കെ ഓക്കെ സർ. ഇനി ഒരു ബ്രേക്ക് എടുക്കാം. താങ്ക് യു സർ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ 2 കൊലപാതകങ്ങൾ സമർത്ഥമായി തെളിയിച്ച പോലീസിന് അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് കേസുകൾ ഇങ്ങനെ തെളിയിക്കാൻ കഴിയട്ടെ. ക്ഷമിക്കണം, ഇങ്ങനെ തെളിയിക്കാനല്ല, നന്നായി തെളിയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അവിടെ എവിടെയും തൊടാതെയുള്ള ഈ സംസാരം നിങ്ങൾക്കൊക്കെ ബോറടിക്കുമെന്നറിയാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതം ആരും ബോറല്ലേ സർ? നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ പൂർണ്ണമായി ജയിച്ചു എന്ന് കരുതുന്ന ആ കൊലപാതക കേസിലെ ചില പരാജയങ്ങൾ കൂടി അറിയിക്കണമെന്ന് തോന്നി. ഒന്നിനുമല്ല, വെറുതെ ഒരു സാധുവിന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയെങ്കിലും. ഏതാണ്ട് 15 വർഷം മുമ്പ് നടന്നൊരു കഥയാണ്. പത്താം ക്ലാസ്സുകാരായ 3 കൂട്ടുകാരുടെ കഥ. പഠിക്കാനും കളിക്കാനും എല്ലാം അവരൊരുമിച്ചായിരുന്നു. അവരിൽ സാന്ദ്ര എന്ന പെൺകുട്ടിക്ക് മറ്റ് 2 ആൺകുട്ടികളിൽ ഒരാളോട് കുറച്ചധികം ഇഷ്ടമുണ്ടായിരുന്നു. എന്നും എന്തെങ്കിലും ഒന്ന് അവനായി അവൾ കരുതിയിരുന്നു. ചിലപ്പോൾ ഒരു പേന, അല്ലെങ്കിൽ ഒരു പുസ്തകം, അതുമല്ലെങ്കിൽ ഒരു മിഠായി, അങ്ങനെ എന്തെങ്കിലും. അവൻ വല്ലപ്പോഴും ഒരിക്കൽ വാങ്ങിക്കൊടുത്തിരുന്ന മിഠായിയുടെ പൊതികൾ പോലും അവൾ സൂക്ഷിച്ചു വെച്ചു. ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് മറ്റെന്തോ ഒന്ന് ആ മനസ്സിൽ വളരുന്നുണ്ടായിരുന്നു.
ഒരു ദിവസം അവൾ അവനൊരു ലവ് ലെറ്റർ എഴുതി. അതുവരെ കണ്ട സുഹൃത്തുക്കളെ ആയിരുന്നില്ല ആ കത്ത് വായിച്ച ശേഷം അവൾ കണ്ടത്. അവരവളെ ഒരുപാട് കളിയാക്കി. വളർച്ച മുരടിച്ച ഒരു പെണ്ണിന് പ്രണയിക്കാനുള്ള യോഗ്യത പോലുമില്ലെന്ന് അവരുടെ ഓരോ പരിഹാസ വാക്കുകളിലും ഉണ്ടായിരുന്നു. ഒന്നും മിണ്ടാനാവാതെ നിറ കണ്ണുകളോടെ നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അന്നു രാത്രി ഭക്ഷണം കഴിച്ചു കിടന്ന സാന്ദ്ര പിന്നെ ഉണർന്നില്ല. കേട്ടുകേൾവി പോലുമില്ലാത്ത വിധം 15-ാം വയസ്സിൽ ഒരു സൈലന്റ് അറ്റാക്ക്. അത്രമേൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരിൽ നിന്നുള്ള കുത്തുവാക്കുകൾ ഒരു പക്ഷേ ആ കുഞ്ഞു ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നിരിക്കണം. ആത്മഹത്യയോ കൊലപാതകമോ അല്ലാത്ത ഒരു സ്വാഭാവിക മരണത്തിന് ആരെ കുറ്റപ്പെടുത്താനാണ്? മാനസിക പീഡനത്തിന് ആർക്കെതിരെയും തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സാന്ദ്ര മരിച്ചതിൽ പിന്നെ അവളുടെ കുടുംബം ആ നാട്ടിൽ നിന്നും താമസം മാറി. അന്നത്തെ ആ ആൺകുട്ടികൾ വളർന്നു വലുതായി ഡിഗ്രിയും PGയും ഒക്കെ എടുത്തു. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും അവർ ഇണപിരിയാത്ത സുഹൃത്തുക്കളായി തുടർന്നു. ഒരേ സ്ഥാപനത്തിൽ ജോലി പോലും നേടി. ആ സുഹൃത്തുക്കളാണ് നിങ്ങൾ അന്വേഷിച്ച കേസിലെ സജീവും മാത്യുവും. മെറീന എന്ന പേരിൽ അതേ ഓഫീസിൽ റിസപ്ഷനിസ്റ്റായി ജോലി നേടിയ ഞാൻ അന്നത്തെ സാന്ദ്രയുടെ അനിയത്തിയും. പതിനഞ്ച് വർഷത്തിനിടെ എനിക്ക് വന്ന ചേഞ്ചസ് കാരണം സജീവിനോ മാത്യുവിനോ എന്നെ ഒരു തരത്തിലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർക്ക് ഞാൻ പുതിയതായി വന്നൊരു റിസപ്ഷനിസ്റ്റ് മാത്രമായിരുന്നു. ചെറുപ്പമായതുകൊണ്ട് തന്നെ വളരെ എളുപ്പം അവരുമായി അടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പൊ ശരിയെന്നാ, നാളെ കാണാം. എന്താടാ മുഖത്തൊരു ടെൻഷൻ? അതൊക്കെ പറയാം. വീട്ടിൽ കുപ്പിയിരിപ്പുണ്ടോ? ഒരു ചെറുതിരിപ്പുണ്ട്, മതിയോ? ചെറുതെങ്കിൽ ചെറുത്. വാ, വണ്ടി എടുക്ക. ഇനി പറ, എന്താ അതിൻ്റെ പ്രശ്നം? ലക്ഷ്മിയുടെ വീട്ടിൽ സീനാടാ. അവൾ ഇറങ്ങി വരട്ടെ എന്ന് ചോദിച്ചിരിക്കുക. എങ്കിൽ പിന്നെ ഇങ്ങനെ വിളിച്ചോണ്ട് പറഞ്ഞു. അതിനിപ്പോൾ എത്ര ആലോചിക്കാൻ എന്തുവാ? അതല്ലടാ, നമ്മൾ ബാച്ചിലേഴ്സ് താമസിക്കുന്നിടത്തേക്ക് അവളെ മോളെ എങ്ങനെ കൊണ്ടുവരാനാ? നിനക്കൊരു വീട് കിട്ടിയാൽ പോരെ? അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. നീ എത്രയും വേഗം അവളെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടുവരാൻ നോക്ക്. ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. ബാലെവിടെ പോയി? അവനോട് കല്യാണം കഴിക്കാൻ പോയതാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാത്യു എവിടെ പോയി? അവനോട് കല്യാണം കഴിക്കാൻ പോയാന്നേ. ആഹാ, ഇതൊക്കെ എപ്പോ സംഭവിച്ചു? എന്നിട്ട് താൻ പോയില്ലേ? അതൊക്കെ അങ്ങ് സംഭവിച്ചു. പിന്നീടുള്ള ഓരോ നിമിഷങ്ങളിലും അവർക്കിടയിൽ പകയുണ്ടാക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ലക്ഷ്മി, സൗകര്യങ്ങളൊക്കെ കുറവാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. 2 ദിവസമല്ലേ ആയുള്ളൂ ഇവിടെ. അതൊന്നും സാരമില്ലളിയാ. സൗകര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ദിവസം ഇങ്ങോട്ട് കയറി വരും. ലക്ഷ്മി, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഇരിക്കടോ, നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കേ. ഞാനിവിടെ ഇരുന്നോളാം. ഒന്ന് ഒതുങ്ങ എൻ്റെ അളിയാ. ലക്ഷ്മിക്ക് അറിയാലോ, മാത്യു ഞാനും കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടാണ്. കക്ഷിക്കൊരു പിടിവിട്ട ജീവിതമാണ്. അവൻ്റെ രീതികളൊക്കെ ലക്ഷ്മിക്ക് അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ചെറുപ്പത്തിൽ എന്തോ ഒരു ചെറിയ വിഷമം ഉണ്ടായതിൻ്റെ പേരിൽ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്ന ആളാണ്. അത് കാരണം ചെറിയ സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നുമുണ്ട്.
എട്ടുകാലി വല നെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയൊന്ന് അവർക്കിടയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അവരതിൽ തനിയെ വന്നു പെട്ടു. സജീവ് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയൊരു ദിവസം. എന്തൊക്കെയുണ്ടോ, സുഖല്ലേ? ഹാ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. സജീവ് ഇന്ന് നേരത്തെ പോയോ? അവൻ വലിയ ബോഡി ബിൽഡർ അല്ലയോ, ജിമ്മിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ അങ്ങ് പോയി. അതെ, ഇയാളോട് മാത്രമായൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ട്? ഇവിടെ വന്നിട്ടാണോ കൂട്ടായത്? ഞങ്ങൾ പണ്ട് മുതലുള്ള ഫ്രണ്ട്സ് ആടോ. ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു ചോദ്യം? ഏയ് ഒന്നുമില്ല. അപ്പൊ ശരി, നാളെ കാണാം. അല്ല, തനിക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് ഞാൻ മറന്നുപോയി. ഓർക്കുമ്പോ പറയാം. താൻ മറന്നു നല്ലെന്നറിയാം, പറയാങ്കി പറയും. ഹേയ് അല്ല, സത്യം, വേറൊരു ദിവസം പറയാം. ശരി, പറയണം. പറയാന്നേ. അതെ, നമ്മൾ ഈ സംസാരിച്ചത് സജീവ് അറിയണ്ട കേട്ടോ. ഇല്ലില്ല, പോട്ടെ എന്നാ. മാത്യു ഇന്ന് ലീവ് കേട്ടോ. ആ, ആളിപ്പോ വിളിച്ച് വെച്ചതേ ഉള്ളൂ. ഓഹോ, അപ്പൊ അന്തർധാര സജീവമാണ്. ഓ, അന്തർധാരയൊക്കെ അവിടെയല്ലേ? ലക്ഷ്മി ചേച്ചി എന്ത് പറയുന്നു? മാത്യുവിന്റെ ഭാര്യയുടെ കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ? അത് അവനോടല്ലേ ചോദിക്കണ്ടേ? അങ്ങനല്ലല്ലോ ഞാൻ അറിഞ്ഞത്. താൻ സീരിയസ് ആയിട്ടാണോ? ബാക്കിയുള്ളവർക്ക് അറിയാവുന്നതേ എനിക്കും അറിയൂ. വെറുതെ എന്നെ അതിലോട്ട് വലിച്ചിടല്ലേ. എടോ, ഞാനൊന്നും അറിഞ്ഞായിട്ട് പോലും ഭാവിക്കില്ല. താൻ കാര്യം പറ. നിങ്ങൾ തമ്മിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് മാത്രമേ മാത്യു എന്നോട് പറഞ്ഞിട്ടുള്ളൂ. കൂടുതലൊന്നും ചോദിക്കരുത്. സോറി. ഹലോ. ഹലോ, ഞാൻ മരീനയാണ്. രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഇന്ന് നേരത്തെ അങ്ങ് പോയത്? ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. റിയലി സോറി. ഏയ്, അതൊന്നുമല്ല. ഞാനിത് കുറേ നാളായിട്ട് കേൾക്കുന്ന. ഇനി താനും കൂടെ പറയാനുള്ളായിരുന്നു. മാത്യു ആയി പരിചയത്തിലായ സമയത്ത് തന്നെ പുള്ളി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഞാനത് തന്നോട് പറയണമെന്ന് പലതവണ വിചാരിച്ചതാ. പിന്നെ നിങ്ങൾ സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചാലോ എന്ന് കരുതി പറയാതിരുന്നതാ. ഇന്നും മനഃപൂർവ്വം പറഞ്ഞതല്ല. അവന് സംശയരോഗ. അത് തിരിച്ചറിഞ്ഞ പിന്നെ ഞാൻ കഴിവതും ആ വീട്ടിലേക്ക് പോകാറില്ല. എങ്കിലും ആരോപണത്തിനൊരു കുറവുമില്ല. നേരിട്ട് ഈ കാര്യം ചോദിച്ചാൽ വ്യക്തമായ മറുപടിയും തരില്ല. ആകെ തകർന്നിരിക്കുക ഞാൻ. എന്ത് ചെയ്യണമെന്നറിയില്ല. അടുത്ത കൂട്ടുകാരനായി പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ കൊന്നേനെ. കൊന്നാലേ പ്രശ്നം തീരുമെന്നുണ്ടെങ്കിൽ കൊല്ലണം. ഗുഡ് മോർണിംഗ്. ഇന്ന് ലേറ്റ് ആണല്ലോ. സജീവ് എവിടെ? നേരത്തെ ഇറങ്ങിയതാ. മുടിഞ്ഞ ട്രാഫിക് ബ്ലോക്ക്. സജീവ് ക്ലാസ്സിലേക്ക് പോയി. അല്ല, താനെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അതിന് ഇയാളെ പിന്നെ കണ്ടിട്ട് വേണ്ടേ? ഇപ്പൊ കണ്ടല്ലോ. ഇനി പറ, എന്താ കാര്യം? ഞാൻ പറയാം, പക്ഷേ സജീവ് അറിഞ്ഞ എന്നെ കൊല്ലും. താനയാളോട് ചോദിക്കില്ല എന്ന് ഉറപ്പ് വരണം. ഇല്ലടോ, താൻ സസ്പെൻസ് ഇടാതെ കാര്യം പറ. തനിക്കൊരു സാന്ദ്രയെ അറിയാമോ? കുറേ സാന്ദ്രമാരെ അറിയാലോ. അതിൽ ഏത് സാന്ദ്രയാ വേണ്ടത്? ഇയാൾക്കും സജീവിനും മാത്രം അറിയാവുന്ന ഒരു സാന്ദ്ര. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്ന സാന്ദ്ര മാത്യു കാരനാണ് മരിച്ചതെന്ന് സജീവ് കുറച്ച് ദിവസം മുമ്പേ തന്നെ പറഞ്ഞ. ഞാനത് ഇയാളോട് പറയാൻ മടിച്ചതാ. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ഞാൻ കാരണം ഇല്ലാതാകരുതല്ലോ, അതാ. എടാ, ഞാനിന്ന് ഓഫീസിലേക്ക് കേട്ടോ. എന്ത് ചേട്ടാ? വേറൊരു വഴിക്ക് പോകാനുണ്ട്. ഓക്കേടാ, ഞാൻ പറഞ്ഞേക്കാം. നീ എപ്പോഴാ പോകുന്നേ? 11:30 ഒരു ബസ്സുണ്ട്, അതിന് പോകാന്നാ വിചാരിക്കുന്നേ. അന്നേരേ താക്കോല് കൂടി അവിടെ വെച്ചേക്കോ കേട്ടോ. ആ ശരി. ശരി എന്നാ, പോയിട്ട് വരാം. പോണ്ടേ? സജീവ് പറഞ്ഞതിൽ എന്തോ സംശയം തോന്നിയിട്ടാവണം മാത്യു അന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി. സാറിൽ നിന്നൊരു ഹാഫ് ഡേ ലീവ് വേണമായിരുന്നു. എന്തു പറ്റി? നല്ല തലവേദന, ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു സർ. ഇന്ന് നേരത്തെ പോവാണോ? എന്തു പറ്റി? നല്ല തലവേദന. മരുന്ന് വല്ലതും വാങ്ങിക്കണം? ഏയ് വേണ്ട വേണ്ട, കുഴപ്പമൊന്നുമില്ല.
നിങ്ങൾ പോയില്ലയോ? ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് സജീവ് വന്നത്. സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നീ എപ്പോ വന്നു? ഞാനിവിടെ അടുത്തൊരു സ്ഥലം വരെ പോയപ്പോൾ ലക്ഷ്മിയെ കണ്ട് ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ ഇറങ്ങട്ടെ. പോവാം മോളെ, വാ. എന്നാ ശരി. ശരി, എന്നാ ഞാനും ഇറങ്ങും. പിന്നെ കാണാം. ഓക്കെ. ഒരു കത്തുണ്ടേ. ആരുടെ കത്താ? മാത്യുവിൻ്റെയാ. മാത്യു നാട്ടിലൊന്നും ഇല്ലേ കത്തൊക്കെ ആകാനായിട്ട്? അവൻ്റെ ഓരോ വട്ടുകൾ. ഈ കത്ത് കിട്ടിയാലുടൻ നമ്മുടെ കോമൺ മെയിൽ നീ ഓപ്പണാക്കി ഡ്രാഫ്റ്റ്സ് ഫോൾഡറിലുള്ള PDF ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു രഹസ്യ സ്ഥലത്ത് സൂക്ഷിക്കണം. ഇറ്റ്സ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ്. ഹിന്റ് ഇതിൽ തന്നെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്തിടെ സംസാരിച്ച പുസ്തകം 19ാം പതിപ്പ് DC ബുക്സ് ജൂലൈ 2019 പേജ് നമ്പർ 198. പിന്നെ എന്നെ വിളിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ നേരിട്ട് കണ്ടാൽ പോലുമോ നീ ഇതേപ്പറ്റി ഒന്നും ചോദിക്കാനോ സംസാരിക്കാനോ പാടില്ല. കാരണം അത് ചിലപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ജീവന് ഭീഷണി ഉണ്ടാക്കും. ഈ കത്ത് ചിലപ്പോൾ നീ മാത്രമായിരിക്കില്ല വായിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് പാസ്വേഡ് ഡയറക്റ്റായി പറയാത്തത്. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും അസ്വാഭാവികമായി സംഭവിക്കുന്നത് വരെ ആ PDF ഓപ്പണാക്കാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം മനസ്സിലായാലുടൻ ഈ ലെറ്റർ കത്തിച്ചു കളയണം. സോളമന്റെ മുദ്ര. ദ ഡാവിഞ്ചി കോഡ്. ഹലോ ഹലോ, ഞാൻ സജീവ. മാത്യു വന്നായിരുന്നോ? ഇല്ല, ഇന്ന് ലീവ് വിളിച്ചു പറഞ്ഞു. പിന്നെ താനൊന്ന് സൂക്ഷിക്കണം കേട്ടോ. അതെന്താ താൻ അങ്ങനെ പറഞ്ഞു? ഇന്നലെ താൻ പോയി കഴിഞ്ഞ് മാത്യു എന്നോട് കുറേ നേരം സംസാരിച്ചു. വിഷയം നമ്മൾ നേരത്തെ സംസാരിച്ചൊക്കെ തന്നെ. പക്ഷെ തന്നെ ഇനി ജീവനോടെ വെച്ചേക്കില്ലെന്നൊക്കെ പറഞ്ഞാ പോയത്. അത് പറയാനാ സത്യത്തിൽ ഞാനിപ്പോൾ വിളിച്ചത്. എനിക്കൊരു കത്ത് വന്നു. ഞാൻ ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം. അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫെൻസ്. തന്നെ കൊല്ലുന്നതിന് മുമ്പ് തനിക്ക് അയാളെ കൊല്ലാൻ പറ്റിയാലോ? എത്ര വലിയ സുഹൃത്താണെങ്കിലും ജീവനാണ് മാഷെ വലുത്. എന്നിട്ട് വേണം ബാക്കിയുള്ള കാലം ഞാൻ ജയിലിൽ പോയി കിടക്കാൻ. താൻ വേറെ വല്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞതാ. പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ കൊന്നാലോ? എങ്ങനെ? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഗോ അഹെഡ്. മാത്യു സജീവിന്റെ മദ്യത്തിൽ വിഷം കലർത്തിയതും കത്തെഴുതിയതുമെല്ലാം വർഷങ്ങളായി ഞാൻ മനസ്സിൽ രൂപപ്പെടുത്തിയ പദ്ധതികളായിരുന്നു. ബാക്കിയെല്ലാം നിങ്ങൾക്കറിവുള്ള കഥ. ഈ കഥ ഇവിടെ അവസാനിക്കട്ടെ. ഇതിൻ്റെ പേരിൽ എന്നെ ട്രേസ് ചെയ്യാനോ കേസെടുക്കാനോ ശ്രമിക്കണ്ട. കാരണം ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലുമില്ലാത്ത ഈ കേസിൽ മാനസിക പീഡനത്തിനോ മർഡർ പ്ലാൻ ചെയ്തതിനോ തെളിവുകളില്ലല്ലോ സർ. എൻ്റെ ചേച്ചിയുടെ മരണം പോലെ മരീന എന്ന ഞാൻ ഇവിടെ ഇല്ലാതാകുന്നു. അന്വേഷിച്ച് പരിഹാസരാകണ്ട എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനിയും സാന്ദ്രമാർ ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ. പ്രണയിക്കാനും ജീവിക്കാനും വിവാഹം കഴിക്കാനുമൊക്കെ ഓരോ മനുഷ്യജീവിക്കും അവകാശമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സജീവും മാത്യുവുമൊക്കെ ഭൂമിക്ക് ഭാരം തന്നെയാണ് സർ. മേ their souls don't rest in peace. അല്ല സാറേ, ഈ തെളിവ് വെച്ച് നമുക്ക് ആ കേസ് റീഓപ്പൺ ചെയ്തൂടെ? അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലടോ. അതല്ല സാറേ, നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിയിട്ട് അവളെ അങ്ങനെ വെറുതെ വിടുന്ന ശരിയല്ലല്ലോ. ആണോ സാറേ? ഒരു മെസ്സേജിൻ്റെ ബേസിൽ കേസ് എങ്ങനെ റീഓപ്പൺ ചെയ്യും? വെറുതെ മീഡിയയുടെ മുമ്പിൽ നാണം കെടാവുന്നുള്ളത് വേറെ പ്രയോജനമൊന്നുമില്ല.
സാറേ, ഇടിച്ചിട്ട് നിർത്താതെ പോയ കേസിൻ്റെ കുറച്ച് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അക്കാര്യം സംസാരിക്കാനല്ല തന്നോടിപ്പോൾ വരാൻ പറഞ്ഞത്. നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ടത്. ആ മാത്യു സജീവ് കേസിൽ അർപ്പിത പോലും അറിയാതെ ചേട്ടൻ ടീമിലെടുത്ത് അതുകൊണ്ടാണ്. ഇപ്പം എന്താ സാറേ വീണ്ടും ഇതൊക്കെ പറയാൻ? താൻ വാ. സാറേ, ചേട്ടനും ആ കേസിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്. ആ മെറീന ഉപയോഗിച്ചിരുന്ന ഫോണിൻ്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ തന്നെ ചേട്ടൻ്റെ ഇൻവോൾവ്മെൻ്റ് എനിക്ക് മനസ്സിലായി. ഇത്രയും നാൾ നിഴൽ പോലെ കൂടെ നിർത്തിയിരുന്ന ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ചേട്ടൻ തന്നെ പറയണം, ഞാൻ മനസ്സിലാക്കിയതൊക്കെ സത്യമാണ്. സാററിഞ്ഞൊക്കെ സത്യം തന്നെയാണ്. ഞാൻ മെറീനെ സഹായിച്ചിട്ടുണ്ട്. അത് പക്ഷേ സാറിന് ചതിക്കണമെന്നോ പൊട്ടനാക്കണമെന്നോ ഒന്നും ഉദ്ദേശിച്ചായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് അവളങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അയക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് വിലക്കിയേനെ. സാറിനോട് ഈ കാര്യങ്ങളെല്ലാം പലതവണ പറയാനൊരുങ്ങിയതാണ്. പക്ഷേ ധൈര്യം കിട്ടിയില്ല. ഒരു പരിചയമില്ലാത്ത അവൾക്ക് വേണ്ടി എന്തിനാ ചേട്ടാ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ചതിച്ചത്? സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? മെറീന പറഞ്ഞ കഥയിൽ സാന്ദ്ര സാറ് മറന്നു കാണില്ലല്ലോ. അതുപോലെ ഒരാൾ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ഭാര്യ. സാന്ദ്രയെ പോലെ ഒരാളാണ് ഭാര്യ എന്നുള്ളത് മെറീനയെ സഹായിക്കാൻ ഒരു കാരണമില്ലല്ലോ. പൊക്കമില്ലായ്മയാണ് പൊക്കമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതൊക്കെ സത്യത്തിൽ വെറുമ്പാക്കല്ലേ സാറേ? ഇത്രയും തുല്യതയൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരക്കാർക്ക് കൂടി ഉപയോഗിക്കാൻ വേണ്ടി ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഉള്ളതായിട്ട് സാറ് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഒരു ബസ്സിൻ്റെ സ്റ്റെപ്പോ സീറ്റോ പോലും പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടി ഉണ്ടാക്കാറുമില്ല. പൊക്കമുള്ള നമ്മുടെയൊക്കെ ഇടയ്ക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടാണ് സാറേ അവർ ജീവിക്കുന്നത്. കല്യാണവും പ്രണയവും ഒക്കെ അവരിലേറെ പേർക്കും വെറും സ്വപ്നങ്ങൾ മാത്രമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അങ്ങനെയുള്ള മക്കളെ പ്രസവിച്ചതിന് സ്വന്തം ഭർത്താവും വീട്ടുകാരും പോലും തള്ളിപ്പറയുന്ന ഒരുപാട് അമ്മമാരും ഉണ്ട് സാറേ നമുക്കിടയിൽ. എന്തിന് അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ച് എന്തിനാണെന്ന് എന്നോട് തന്നെ എത്രയോ പേര് ചോദിച്ചിരിക്കുന്നു. അവർക്കെല്ലാം സംശയം ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുമെന്നാണ്. കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ സാറേ കല്യാണം കഴിക്കുന്നത്. ചേട്ടൻ ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അതൊന്നും ഒരു കൊലയ്ക്ക് കൂട്ടുനിൽക്കാനുള്ള കാരണങ്ങളല്ലല്ലോ. എല്ലാവർക്കും പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്. ഈ പറയുന്ന എനിക്കുണ്ട്. അത് ചിലതൊക്കെ ചേട്ടനും അറിയാം. പക്ഷേ നമ്മൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ പിന്നെ പേഴ്സണൽ ഇഷ്യൂസിനൊന്നും സ്ഥാനമില്ല. അതറിയാം സാറേ. പക്ഷേ സാന്ദ്രയെ പോലുള്ള ഒരാളോടൊപ്പം ജീവിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയ ഞാൻ ആ കുട്ടിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യണ്ടേ സാറേ? ഒരിക്കൽ ഒരു ആക്സിഡൻറ്റ് കേസുമായി ബന്ധപ്പെട്ട് മെറീനയുടെ ഓഫീസിലെ CCTV വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ തോന്നിയ ചെറിയൊരു സംശയം കാരണം മെറീനെ രഹസ്യമായി ഒന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് സാന്ദ്രയുടെ കഥയും മാത്യുവിനും സജീവിനും ആ കുട്ടിയുടെ മരണത്തിലുള്ള പങ്കുമൊക്കെ എനിക്ക് മനസ്സിലായത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മെറീനെ സഹായിക്കണമെന്ന് എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നി. അതിലെനിക്ക് കുറ്റബോധമൊന്നുമില്ല സാറേ. നിയമത്തിന് മുമ്പിൽ ഇമോഷൻസിന് സ്ഥാനമില്ല ചേട്ടാ. അറിഞ്ഞോ അറിയാതെയോ ചേട്ടൻ കൂട്ടുനിന്നത് വളരെ വലിയൊരു തെറ്റിനാണ്. ഇത്രയും നാളത്തെ സർവീസിനിടയിൽ എനിക്ക് കിട്ടിയ വലിയൊരു അടിയായിരുന്നത്. സാരമില്ല, അവളെ പൂട്ടാനുള്ള എന്തെങ്കിലും ഒന്ന് കാലം എനിക്ക് കൊണ്ടുതരും. അതെനിക്ക് ഉറപ്പാ. അന്നൊരു പക്ഷേ ഇതുപോലെ ചേട്ടൻ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. സാറിൻ്റെ വിശ്വാസം
സാറിനെ രക്ഷിക്കട്ടെ. കഥയുടെ പൊരുളും തേടി അണയാതിരുളിൽ തെളിയും തിരികൾ ഈരൻ മഞ്ഞു പോൽ നായും വീഥികൾ അലകൾ പോലവേ അഴിയാ ചുരുളുകൾ അറിയാ കഥയുടെ പൊരുളും തേടി അണയാതിരുളിൽ തെളിയും തിരികൾ ഈരൻ മഞ്ഞു പോൽ നായും വീഥികൾ അലകൾ പോലവേ അഴിയാ ചുരുളുകൾ നീരിൻ പാതയിൽ നീളും